ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ. ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് എനർജീസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജീസ് എന്താണ് ആൻഡ് എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ 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 സോ വാട്ട് ഐ ഫീൽ ഈസ് നിങ്ങളുടെ എനർജി വളരെ സ്കാറ്റേർഡ് ആണ്. ഓക്കെ, ഡിഫിക്കൽട്ടീസ് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല ഇവിടെ, പക്ഷേ വളരെ സ്കാറ്റേർഡ് എനർജി. ഏറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദീസ് കാർഡ്സ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ പുതിയതായി കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പുതിയതായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചില പ്രേക്ഷകർ സ്വന്തമായിട്ട് എന്തോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ബിസിനസ് ആകാം, വലിയ രീതിയിലുള്ള ബിസിനസ് ആകാം. ഓക്കെ, പുതിയ ഐഡിയാസ് പ്രേക്ഷകർക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കരിയർ ബൂസ്റ്റ് ആക്കാൻ അത് വളരെയധികം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നുണ്ട്. സി, ഐഡിയാസ് ആർ ഗുഡ്. ഓക്കെ, പക്ഷേ സേവിങ്സിലും കൂടി ശ്രദ്ധിക്കൂ എന്നതാണ് ഇവിടെ ഒരു അർത്ഥം. ഓക്കെ, സോ സേവിങ്സിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അനാവശ്യ ചിലവുകൾ, ഒഴിവാക്കാൻ പറ്റുന്ന ചിലവുകൾ അത് ഒഴിവാക്കുക. ഓക്കെ, എന്നാൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സോ തോട്ട്ഫുൾ പ്രോസസ്സാണ് ഇവിടെ വരേണ്ടത്. ലക്ക് നിങ്ങൾക്കൊപ്പമുണ്ട്. ഓക്കെ, ലക്ക് നിങ്ങൾക്കൊപ്പമുണ്ട്. ഡിവൈൻ എനർജീസ് നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ട്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സ്, ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്, നിങ്ങളുടെ ആൻസസ്ട്രൽ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്, ഏഞ്ചൽസ് ഉണ്ട്. ഓക്കെ, ഡിവൈൻ എനർജീസ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഐ ഫീൽ എവിടെയോ മോർണിംഗ് രാവിലെ എണീച്ച് കഴിയുമ്പോൾ പ്രേക്ഷകർ അഫർമേഷൻസ് പറയുന്നുണ്ട് ദാറ്റ് എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. ഓക്കെ, ആ ഒരു ലൈനാണ് എനിക്ക് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഐ എം ലക്കി. ഓക്കെ, അത് പല രീതിയിൽ പറയുന്നുണ്ടാകാം, പക്ഷെ ബേസിക് മീനിങ് നിങ്ങൾ ലക്കിയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ഏറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏർപ്പെടേണ്ട ആവശ്യം വരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാകാം, സ്ട്രെസ് ആയിരിക്കാം, ലെഥാർജി ആയിരിക്കാം, ടയർഡ്നെസ് ആയിരിക്കാം. എന്നാൽ പോലും നിങ്ങൾ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട്. സോ ബ്യൂട്ടിഫുൾ. സോ ഇതാണ് നിങ്ങളുടെ എനർജീസ്. ഓക്കെ, വിച്ച് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഇനി അറിയേണ്ടത് സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ലെറ്റ്സ് സീ. Spirit guides of the viewers who are watching this video: Knight of Sword, the Magician, King of Wands, 2 of Sword, okay, സോ ഇവിടെ പ്രേക്ഷകർക്ക് അവരുടെ സ്പിരിറ്റ് ഗൈഡ്സുമായിട്ട് കണക്ട് ആകേണ്ട ആവശ്യമുണ്ട്. ഐ ഫീൽ ഏറെ പ്രേക്ഷകർ ആ കണക്ഷൻ അതിനെ ഐദർ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്, ഓർ നിങ്ങൾ ശരിയായ രീതിയിൽ ഡെയിലി ആ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. ഓൾറൈറ്റ്, ഡെയിലി കണക്ഷൻ ആവശ്യമാണ്. വൺ മോർ കാർഡ് പ്ലീസ്. 10 of Swords. Okay. സോ ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് പ്രേക്ഷകരോട് പറയുന്നത് നൈറ്റ് ഓഫ് ഫോൺസ് ആണ്, നൈറ്റ് ഓഫ് സ്വോർഡ് ആണ്. ഒത്തിരി വേഗതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈവൻ തോ പ്രേക്ഷകർക്ക് അത് കാണുന്നില്ലായിരിക്കാം. നിങ്ങളുടെ 5D ലെവലിൽ, 4D ലെവലിൽ ഏറെ പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നു വരുന്നത്. നിങ്ങളുടെ കയ്യിൽ മജീഷ്യൻ്റെ വേഗതയാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ വെച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ബട്ട് എവിടെയോ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. സി, ആദ്യമേ ഞാൻ കാർഡ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ കാർഡ്സ് എല്ലാം വീഴുകയായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി ഫാളിങ് അപ്പാർട്ട്. അത് കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. ദാറ്റ് ഈസ്, നിങ്ങളുടെ കയ്യിൽ ഏറെ എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ജോലികൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബാലൻസ് കണ്ടെത്താൻ പറ്റുന്നില്ല. സോ ആദ്യം പ്രേക്ഷകർ ചെയ്യേണ്ടത് പ്രേക്ഷകരുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരൂ. ഓക്കെ, ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഒരിടത്ത് സമാധാനത്തിൽ ഇരിക്കാൻ ശ്രമിക്കൂ. ടൈമിംഗ് നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കാം. ഓക്കെ, സി, ഏറെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷേ
നിങ്ങൾക്ക് ഇത്തിരി ടൈം വേണം. അത് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ തോട്ട്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസ് വെൽ ലവിങ് എനർജിയിൽ വർക്ക് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ഏറെ സ്ട്രെസ് ആയിരിക്കാം, ഏറെ ടെൻഷൻ ഉണ്ടായിരിക്കാം, ജോലികൾ തീരുന്നില്ലായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ ലവിങ് എനർജിയിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കൂ. ഓക്കെ, എത്ര ആൾക്കാരോട് ഇടപെടുന്നോ വളരെ ശാന്തതയോടെ ഇടപെടാൻ ശ്രമിക്കൂ. ഈവൻ ദോ അത് ഡിഫിക്കൾട്ടാണ്, എന്നാൽ പോലും ശാന്തതയോട് ഇടപെടൂ സ്വയമേ. ഓക്കെ, എപ്പോഴും നിങ്ങളെ തന്നെ കേഴ്സ് ചെയ്യാതിരിക്കൂ. എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ സംഭവിക്കുള്ളൂ, എപ്പോഴും എനിക്ക് ഇത്രയും ജോലികളാണ്. ഓക്കെ, കണ്ടിന്യൂസ്ലി അത് പറയാതിരിക്കൂ. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു ബട്ട് എനിക്കെങ്ങും ഒന്നും എത്താൻ പറ്റുന്നില്ല. നോ ഇഷ്യൂസ്. ഓക്കെ, നമ്മുടെ സമയം നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു, ബട്ട് ഡിവൈൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയത്ത് മാത്രമേ നടക്കൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ എനർജീസ് ഒപ്പമുണ്ട്, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടുവരാൻ കഴിയുന്നത്. ഓക്കെ, കിങ് ഓഫ് ഫോൺസ് ആൻഡ് ടു ഓഫ് സോഡ് ആണ് വരുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ അടുത്ത് ജോലികൾ വരുന്നുമുണ്ട്, കാര്യങ്ങൾ വരുന്നുമുണ്ട്, റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഐ ഫീൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കാര്യങ്ങൾ. ഓക്കെ, മറ്റാൾക്കാരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ദാറ്റ് ഈസ് പ്രയോറിറ്റി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഏറെ ടൈം എടുക്കേണ്ടി വരുന്നതും. ആൻഡ് നിങ്ങളുടെ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സമയം കിട്ടാതെ പോകുന്നു. അത് വലിയൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഓക്കെ, വളരെയധികം എങ്സൈറ്റി പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇൻറ്റ്യൂഷനും ബ്ലോക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഇൻറ്റ്യൂഷൻ ഏറെ ബ്ലോക്ക് ആകുന്നുണ്ട്, അവിടെ ശ്രദ്ധിക്കുക. സ്ട്രെങ്ത് ആണ് വന്നത്. ഈ ഒരു ടൈം പീരീഡ് എവിടെ നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു, ഈ ഒരു ടൈം പീരീഡ് നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ വാട്ട് വി സേ നിങ്ങളുടെ സാഹസം, ഓക്കെ, ഒരു കാര്യത്തെ അതിജീവിച്ച് പോകാനുള്ള നിങ്ങളുടെ ധൈര്യം, അതിനെയാണ് കാണിക്കുന്നത്, അതിനെയാണ് വളർത്തുന്നത്. സോ സ്ട്രെങ്ത് കാർഡ് സെൻറ്ററിലാണ് വന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളൊന്നും റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പെതുക്കെ പോകൂ. കാരണം ഈ ഒരു ടൈം പീരീഡ് നിങ്ങളുടെ ധൈര്യമാണ് കൂട്ടിത്തരുന്നത്. ബട്ട് എന്തുകൊണ്ടോ പ്രേക്ഷകർ ഇപ്പോൾ, ഓക്കെ, ഈവൻ ദോ നിങ്ങളുടെ എനർജീസ് ഇങ്ങനെയാണ്, ഓക്കെ, ഔട്ട്സൈഡ് എനർജി, ബട്ട് സബ് കോൺഷ്യസ്ലി എഗെയിൻ നിങ്ങൾ ഒരു ട്രാപ്പ് എനർജിയിലാണ്. ഓക്കെ, എഗെയിൻ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെതിരെയാണ് നടക്കുന്ന എന്നുള്ള ഒരു ഭാവം പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. ഓക്കെ, സോ ഈ രണ്ട് എനർജീസാണ് പ്രേക്ഷകർ ഏറെ ശ്രദ്ധിക്കേണ്ടത്. ഐ ടേക്ക് ഏഞ്ചലിക് കാർഡ്സ് ഫോർ ദീസ്. Divine angels, what you suggest for 8 of Swords? Within the next few weeks, നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്ന് മാറ്റം വരുന്നതാണ്. ഓക്കെ, for 10 of Swords. ഓക്കെ, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ക്ലിയർ ആകുന്നതാണ്. ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല, ഇപ്പോൾ എന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയില്ല, ഇതെല്ലാം മാറിപ്പോകും. ദർ ഈസ് സംതിങ് ബെറ്റർ. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ആയത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു പുതിയ രീതി വരുന്നുണ്ട്. അല്ലെങ്കിൽ പ്രേക്ഷകർ ഇപ്പോൾ ചെയ്യുന്ന എന്തായിക്കോട്ടെ, അത് ഫാമിലിയിലാണ് സ്റ്റക്ക് ഫീൽ ചെയ്യുന്നത്, ട്രാപ്പ് ഫീൽ ചെയ്യുന്നത്, അത് കരിയറിലാണ്, മണി റിലേറ്റഡ് ഏരിയാസിലാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മാറിപ്പോകും. ബിക്കോസ് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് വരുന്നത്. ഓർ എൽസ് ഇത്തിരി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ വാട്ട് എൽസ്? അഡ്വൈസ് ഫോർ ദി വ്യൂവേഴ്സ്. എന്താണ് അഡ്വൈസ്? ഒബ്സ്റ്റിക്കിൾ ആൻഡ് ചാലഞ്ചസ് ഉള്ള ഒരു ടൈം പീരീഡാണ് ഇത്. പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രമല്ല പ്രേക്ഷകർ. ഓക്കെ, ഈ ഭൂമിയിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഇപ്പോൾ ഒബ്സ്റ്റിക്കിൾ ആൻഡ് ചാലഞ്ചസിൻ്റെ ടൈം പീരീഡ് തന്നെയാണ്. ഓക്കെ, സോ പ്ലീസ് ബി പേഷ്യൻറ്റ് ആൻഡ് ലവിങ് ടുവേർഡ്സ് യുവർ സെൽഫ്. ഹാർമണി. ഓക്കെ, ഹാർമണിയിൽ ശ്രദ്ധിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കൊണ്ടുവരുന്നെങ്കിൽ, അത് മാനസികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മെയിൻ ഫോക്കസ് നിങ്ങളുടെ ഹാർമണി ആൻഡ് നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരുടെ ഹാർമണി, അവരുടെ സന്തോഷം, അവരുടെ സമാധാനം, നിങ്ങളുടെ സന്തോഷം.
സമാധാനം ആണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. 66 എന്ന നമ്പർ ഏറെ പ്രേക്ഷകർ കാണുന്നുണ്ടാകാം. ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം, യെസ്, ഏറെ ബോർഡം അനുഭവിക്കുന്ന പ്രേക്ഷകരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. ഓക്കെ, ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ. ട്രാപ്ഡ് ഇൻ ഫിയർ, ഐ ടോൾഡ് യു. ഓക്കെ, സോ ഇവിടെ എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്, അഡ്വൈസാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒബ്സ്റ്റിക്കിൾ ആൻഡ് ചാലഞ്ചസ് ശ്രദ്ധിക്കാതിരിക്കുക. എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡ് അങ്ങനെ തന്നെയാണ്. ഹാർമണി, ഏറെ സമാധാനം, സന്തോഷം, അതാണ് പ്രേക്ഷകർക്ക് വേണ്ടത്, അതിൽ ശ്രദ്ധിക്കുക. ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം, ബോർ അടിക്കുന്നുണ്ട്, ഐ നോ, ബട്ട് ദെൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യം എടുത്തു ചെയ്യും. ഈവൻ തോ അത് നിങ്ങളുടെ മൈൻഡിൽ ലീസ്റ്റ് പൊസിഷനിലാണ് കിടക്കുന്നത്, ബിക്കോസ് ഏറെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കുണ്ട്. എന്നാൽ പോലും നിങ്ങളുടെ ഈ ബോർഡം മാറ്റാൻ, നിങ്ങളുടെ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്കൊന്ന് വെളിയിലിറങ്ങാൻ, നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണോ ആ കാര്യം ചെയ്യും. ഓക്കെ, ട്രാപ്ഡ് ഇൻ ഫിയർ, ഡു നോട്ട് വറി, കുറച്ച് മാസങ്ങൾക്ക് കഴിയുമ്പോൾ ഈ ഒരു ഫിയർ ഫേസ്ഡ് എനർജി മാറിക്കിട്ടുന്നതാണ്. ഏറെ പേടിയായിട്ട് വരുന്നുണ്ട് പ്രേക്ഷകർക്കെങ്കിലും, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഓക്കെ, ഏതെങ്കിലും രീതിയിൽ, അതായത് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ദുസ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇനി എന്താകും ലൈഫിൽ, അല്ലെങ്കിൽ ഇനി എന്താകും ഈ സിറ്റുവേഷനിൽ എന്നുള്ളൊരു പേടി, പർട്ടിക്കുലർലി ബിസിനസ്സിലൊക്കെ ഏറെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പ്രേക്ഷകരുണ്ട്, അല്ലെങ്കിൽ കരിയർ എപ്പോഴെങ്കിലും കൈ വിട്ട് പോകാം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പല ബന്ധങ്ങൾ മാറിപ്പോകും ആൻഡ് അത് വളരെയധികം ബുദ്ധിമുട്ട് കൊണ്ടുവരും എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ, ഓക്കെ, ആ പേടി മാറ്റാനായിട്ടുള്ളൊരു സ്വിച്ച് വേർഡാണ് ബ്ലഫ്, BLUFF. അത് കണ്ടിന്യൂസ്ലി ചൊല്ലുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ആസ് വെൽ ആസ് സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മണി കപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കപ്പ് ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്, വാങ്ങിക്കുക. ഏറെ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്, സൺസ്റ്റോൺ, ടർക്കോയ്സ് ബ്രേസ്ലെറ്റ്, ബ്ലാക്ക് ഓണിങ്സ്, ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം അവൈലബിൾ ആണ്. സിട്രീൻ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, സോ വേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. കൈൻഡ്ലി വെയിറ്റ് ചെയ്യുക. മെസ്സേജ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോൾ സെയിൽസ് ടീം ഫ്രീ ആകുന്നു അവർ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, സോ ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നെ അവിടെ ഫോളോ ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.